ഹലോ വെൽക്കം ടു വിസ്ക് ആൻഡ് വേവ്. ഇന്നലെ നമ്മളൊരു നല്ലൊരു പെപ്ലം ടോപ്പിൻ്റെ വീഡിയോ ആണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒപ്പം പെയർ ചെയ്യുന്ന അതേ ക്ലോത്ത് വെച്ചിട്ട് താഴെ ഫ്രില്ലൊക്കെ കൊടുക്കുന്ന നല്ലൊരു സ്കേർട്ടിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഇന്ന്. പക്ഷെ നമ്മളിത് കട്ടിംഗ് ഒന്നും ഇതിൽ കാണിക്കുന്നില്ല, കാരണം ഓൾറെഡി നമ്മൾ ബാക്കിൽ ഇലാസ്റ്റിക് വരുന്ന ഒരു പട്ടുപാവാട വീഡിയോ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്തതാണ്. അപ്പോൾ അതിൽ നിന്നും എന്ത് വ്യത്യാസമാണ് ഇവിടെ വരുത്തേണ്ടതെന്ന് മാത്രം ഞാൻ വേഗം പറയാം. അതായത് ഞാനിവിടെ എടുക്കുന്നത് കുട്ടിയുടെ വേസ്റ്റ് റൗണ്ട് പ്ലസ് 6 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ കൊടുക്കണം. അതാണ് നമ്മളുടെ കണക്ക്. അത് ഇൻറ്റു 3 ഇരട്ടി ചെയ്താലാണ് നമുക്ക് ക്ലോത്തിൻ്റെ മെഷർമെൻറ്റ് എടുക്കുക. അതായത് ഇപ്പോൾ 20 ഇഞ്ചാണ് ഒരു കുട്ടിയുടെ വേസ്റ്റ് റൗണ്ടെങ്കിൽ അതിൻ്റെ കൂടെ 6 ഇഞ്ച് കൂട്ടുക, 26 ഇഞ്ച്. 26ൻ്റെ 3 ഇരട്ടി തുണിയാണ് നമ്മൾ എടുക്കേണ്ടത്. 26 ഇൻറ്റു 3 എത്ര കിട്ടുന്നോ അത്ര ഇഞ്ച് തുണിയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അതാണ് വീതിയുടെ കണക്ക്. ഇനി ലെങ്ത്ത് എടുക്കേണ്ടത് നമ്മൾ മുകളിൽ 2 ഇഞ്ചിൻ്റെ ബാൻഡാണ് വെക്കുന്നത്. അപ്പോൾ ആ ഒരു 2 ഇഞ്ച് നമ്മൾ ആദ്യം ടോട്ടൽ ലെങ്ത്ത് നിന്ന് മൈനസ് ചെയ്യണം. അതായത് നമ്മളിപ്പോൾ ടോട്ടൽ ലെങ്ത്ത് എടുക്കുന്നത് 28 ഇഞ്ചാണ് സ്കേർട്ടിനെങ്കിൽ നമുക്കിതിലൊരു 3 ഭാഗത്തോളം കുറയ്ക്കാനുണ്ട്. അതായത് ഈ 28 ഇഞ്ചിൽ നിന്ന് നമ്മൾ ബാൻഡിൻ്റെ സൈസ് ഞാനിവിടെ എടുക്കുന്നത് 2 ഇഞ്ചാണ്. ഈ ഒരു ബാൻഡ്, പിന്നെ താഴെ കൊടുക്കുന്ന ഈ ഒരു ഫ്രില്ലിൻ്റെ ലെങ്ത്ത്, അത് കൂടാതെ കസ്റ്റമർ നമ്മളോടൊരു ടക്ക് ഇട്ട് തരാൻ പറഞ്ഞിട്ടുണ്ട്. കുറച്ച് എക്സ്ട്രാ ക്ലോത്ത് ഉള്ളിലേക്ക് മടക്കിയിട്ട് അടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. കുഞ്ഞിന് കുറച്ച് ഹൈറ്റ് കൂടിയാലും നമുക്ക് കുറച്ച് ദിവസം കൂടി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനായിട്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണിത്. ടോട്ടൽ ലെങ്ത്തിൽ നിന്ന് ബാൻഡിൻ്റെ 2 ഇഞ്ച് കുറച്ചു, പ്ലസ് 4 ഇഞ്ചാണ് ഞാൻ താഴെ ഫ്രില്ലിനുള്ള സൈസ് കൊടുക്കുന്നത്. അത് കൂടാതെ നമ്മൾ ടക്ക് ഇടുമ്പോൾ 2 ഇഞ്ചിൻ്റെ ടക്കാണെങ്കിൽ നമ്മൾ 4 ഇഞ്ച് നമുക്ക് പോവും. അതായത് ഇപ്പോൾ ടക്ക് ഇടുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കരയുടെ സൈസിനനുസരിച്ചാണ് നമ്മൾ ടക്ക് ഇടുക. കാരണം കര ചെറുതാണെങ്കിൽ നമുക്ക് 2 ഇഞ്ചിൻ്റെയൊക്കെ ഇടുമ്പോൾ അത് പുറത്തേക്ക് നിൽക്കുമല്ലോ. അപ്പോൾ നമ്മൾ കരയെക്കാട്ടിലും ചെറിയ സൈസിലാണ് ടക്ക് ഇടുക. അപ്പോൾ ഇങ്ങനെ എടുക്കുമ്പോൾ ഫ്രണ്ടിലും 2 ഇഞ്ച് ബാക്കിലും 2 ഇഞ്ച് അങ്ങനെ നമുക്ക് പോവും. അപ്പോൾ നമ്മൾ 4 ഇഞ്ച് വീണ്ടും അതൊന്ന് കുറയ്ക്കണം. അപ്പോൾ ടോട്ടൽ ഇവിടെ 28ൽ നിന്ന് 10 ഇഞ്ച് കുറയ്ക്കണം എനിക്ക്. അപ്പോൾ 18 ഇഞ്ച് കിട്ടും. ഇനി 18 ഇഞ്ചിൻ്റെ കൂടെ നമുക്ക് ബാൻഡ് പീസ് അതിലേക്ക് അറ്റാച്ച് ചെയ്യാനുള്ള ഒരു 1/2 ഇഞ്ച് സീം അലവൻസ് കൂട്ടണം. അതേപോലെ താഴെ ഫ്രിൽസ് അറ്റാച്ച് ചെയ്യാനുള്ള 1/2 ഇഞ്ച് സീം അലവൻസ് കൂടി കൂട്ടുമ്പോൾ നമുക്ക് 19 ഇഞ്ച് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ലെങ്ത്തും വിഡ്ത്തും ഫാബ്രിക്കിൻ്റെ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇതിനെക്കാട്ടിലും 1 ഇഞ്ച് കുറച്ചെടുത്താൽ നമ്മുടെ ലൈനിങ്ങിൻ്റെ ലെങ്ത്തും നമുക്ക് കിട്ടും. വിഡ്ത്ത് നമുക്ക് ഇഷ്ടമുള്ള അത്ര എടുക്കാം, ഒന്നുകിൽ നമ്മുടെ വേസ്റ്റ് റൗണ്ടിൻ്റെ ഇരട്ടി എടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ഞാനിത് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതേപോലെ ബാൻഡ് പീസ് എന്ന് പറയുന്നത് ഞാൻ 2 ഇഞ്ചിൻ്റെ ബാൻഡ് ആയതുകൊണ്ട് 4 ഇഞ്ച് ലെങ്ത്തും, വിഡ്ത്ത് എന്ന് പറയുന്നത് നമ്മുടെ വേസ്റ്റ് റൗണ്ട് 26 ഇഞ്ചിലാണ് നമ്മൾ കട്ട് ചെയ്ത് എടുക്കേണ്ടത്. അപ്പോൾ 2 പീസാക്കി മടക്കുമ്പോൾ 13 ഇഞ്ചിലാണ് നമ്മൾ മടക്കി വയ്ക്കേണ്ടത്. ഇനി നമുക്ക് ഫ്രില്ലിൻ്റെ പീസസ് കട്ട് ചെയ്തെടുക്കാം. ഫ്രില്ലിൻ്റെ പീസിൻ്റെ ലെങ്ത്ത് വരുന്നത് 4.25 അതാണ് എനിക്ക് അതിൽ കിട്ടുന്ന ക്ലോത്തിൻ്റെ ലെങ്ത്ത്. അപ്പം ഞാനിവിടെ 1/2 ഇഞ്ച് സീം അലവൻസ് മുകളിലും താഴെ വളരെ ചെറുതായിട്ടാണ് മടക്കി അടിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് അവിടെ താഴെ ഒരു 1/4 ഇഞ്ച് തന്നെ മതി. അതുകൊണ്ട് 4 ഇഞ്ചിൽ എനിക്ക് ഫ്രില്ല് വരാൻ ഞാൻ 4.25 ഇഞ്ച് എടുത്തിട്ടുള്ളൂ. നിങ്ങളുടെ കയ്യിൽ ക്ലോത്ത് അധികം ഉണ്ടെങ്കിൽ താഴെയും നിങ്ങൾ മടക്കി അടിക്കാൻ നിങ്ങൾക്ക് 1/2 ഇഞ്ച് തന്നെ യൂസ് ചെയ്യാം. ലൈനിങ് ഒന്ന് അറ്റാച്ച് 5 ഇഞ്ച് എടുക്കേണ്ടി വരും. അതേപോലെ തന്നെ ഞാൻ ഇട്ട് കൊടുക്കാം. അതിന് ലൈനിങ് വെച്ച് അടിക്കാനാണെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് ലൈനിങ് വെച്ചിട്ടും യൂസ് ചെയ്യാം. പിന്നെ ഇതാ നമ്മളിവിടെ ഒരു ഭാഗത്ത് അടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് വരാൻ പോകണം ബാൻഡ്. ഇനി നമുക്ക് 1 ഇഞ്ചോ 1.5 ഇഞ്ചോ എത്രയിലാണോ നിങ്ങൾ പ്ലീറ്റ്സ് ഇടുന്നത് അതിങ്ങനെ വെച്ച ശേഷം ഇതുപോലെ നിങ്ങൾക്ക് ഒന്ന് പ്ലീറ്റ് ഇട്ടിട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് അയൺ ചെയ്തെടുക്കാം. ഇതേപോലെ തന്നെ ലൈനിങ്ങും നിങ്ങൾ പ്ലീറ്റ് ഇടുക, എന്നിട്ട് ഇപ്പം തന്നെ അയൺ ചെയ്തെടുക്കുക. ഇനി നമ്മൾ ഇത് രണ്ടും കൂടി ലൈനിങ്ങും അതേപോലെ മെയിൻ ക്ലോത്തും കൂടി അറ്റാച്ച് ചെയ്ത ശേഷം നല്ല വശത്ത് വെച്ചിട്ട് നമ്മൾ ബാൻഡ് പീസും കൂടി ഒന്ന് അറ്റാച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതേപോലെ ബാൻഡ് പീസ് വെച്ചിട്ടൊന്ന് അറ്റാച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിവിടെ എലാസ്റ്റിക് ജോയിൻ ചെയ്യാൻ പോകുന്നതിന് മുമ്പ് സൈഡ്സ് ഒന്ന് നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സൈഡ്സ് ഒരു ആ ബാൻഡ് കഴിഞ്ഞിട്ടൊരു 2.5 ഇഞ്ച് ലെങ്ത്ത് എത്തുന്ന വരെ നമ്മളൊന്ന് ഇറക്കി കട്ട് ചെയ്യുന്നുണ്ട്. അതിന് ശേഷം അവിടെ വരെ നമുക്കൊരു 1/2 ഇഞ്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് നിർത്താം. എന്നിട്ട് ബാക്ക് പോർഷനിലെ എലാസ്റ്റിക് ആണല്ലോ നമ്മൾ വെക്കുന്നത്. അപ്പോൾ ബാക്കിലേക്കുള്ള റൗണ്ടിൽ മാത്രം നിങ്ങളൊരു പിന്നോ അല്ലെങ്കിൽ സ്റ്റിച്ചോ കൊടുത്തിട്ട് സെക്യൂർ ചെയ്യാം. ഇനി നമ്മുടെ വേസ്റ്റ് റൗണ്ടിൻ്റെ പകുതി എടുക്കുക. അതിൽ നിന്ന് 2-3 ഇഞ്ച് കുറച്ചിട്ടുള്ള ഇലാസ്റ്റിക് ലെങ്ത്താണ് നമുക്ക് എടുക്കേണ്ടത്. ഇതുപോലെ 2ആക്കി മടക്കിയിട്ടിട്ട് നമുക്ക് ഒരു സൈഡിൽ ഇതുപോലെ ഇലാസ്റ്റിക് ഒന്ന് വെച്ചിട്ട് സെക്യൂർ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത ശേഷം അടുത്ത സൈഡും കൂടി നമുക്ക് ഇലാസ്റ്റിക് ഒന്ന്
ഇൻസേർട്ട് ചെയ്ത ശേഷം സെക്യൂർ ചെയ്ത് കൊടുക്കാം. ഇത് ഞാൻ ഡീറ്റെയിൽഡായിട്ട് വേറൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്, നേരത്തെ സ്കേർട്ട് വീഡിയോയിൽ. അപ്പോൾ ഡൗട്ടുള്ളവരതൊന്ന് കണ്ടു നോക്കണേ. അതിനുശേഷം നമ്മൾ താഴത്തെ ഫ്രിൽസ് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് ഫ്രില്ല് ചെയ്ത ശേഷം ഇതിലേക്ക് അറ്റാച്ച് ചെയ്യാം. ഞാനിപ്പോൾ ഇതിൽ വെക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഫ്രിൽസ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ എല്ലാത്തിൻ്റെയും സെൻറ്റർ ഭാഗം, ഫ്രില്ലിൻ്റെ സെൻറ്ററും അതേപോലെ പാവാടയുടെ സെൻറ്ററും കണക്കാക്കിയാൽ മതി. ഫ്രിൽസ് എപ്പോഴും കൂടുതൽ കിടക്കുന്നതാണ് ഭംഗി. അപ്പോൾ നമ്മളുടെ പാവാടയ്ക്ക് നമ്മൾ എത്ര വിട്ടാണോ കൊടുക്കുന്നത് അതിൻ്റെ 3 or 4 ഇരട്ടി കൊടുക്കുകയാണെങ്കിൽ അത്രയും നമുക്ക് നിറയെ ഫ്രിൽസ് കിട്ടും, നല്ല ഭംഗിയാണ് അത് കാണാൻ. അപ്പോൾ നമ്മൾ ഫ്രില്ലിട്ട് കഴിഞ്ഞു, ഇനി നമുക്ക് ടക്കൊന്ന് കൊടുക്കണം. അതിന് ശേഷമാണ് ഞാനിതിൽ ഒരു ലേസ് അറ്റാച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ടക്ക് ഇടാൻ അതേപോലെ ഗോൾഡൻ കരയുണ്ടല്ലോ അതിൻ്റെ മുകളിലേക്ക് ഇതേപോലെ പിടിക്കുക. ഞാനിവിടെ 2 ഇഞ്ചിൻ്റെ ടക്കാണെന്ന് പറഞ്ഞിരുന്നു. എന്നിട്ട് കറക്റ്റായിട്ട് ആ ഒരു വൈറ്റ് കളർ ബോർഡർ ഉണ്ടല്ലോ അതിൽ കൂടെ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 2 ഇഞ്ച് ഇതേപോലെ പിടിച്ചിട്ട് നമ്മളിതങ്ങനെ കറക്റ്റായിട്ട് ചുറ്റും സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെ നമുക്ക് നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു ലേസ് വെച്ച് കൊടുക്കണമായിരുന്നു. ഞാനപ്പോൾ ആ വീഡിയോ കട്ടായതുകൊണ്ട് അതേ മോഡലിൽ തന്നെ നമുക്ക് വേറൊരു കളർ കോമ്പിനേഷനിൽ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ ഞാൻ ജസ്റ്റ് കാണിച്ചു എന്ന് മാത്രം, ഇത്രയേ ഉള്ളൂ. അതിൻ്റെ ആ സൈഡിൽ കൂടെ ലേസ് അറ്റാച്ച് ചെയ്തും കൂടി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്കേർട്ട് സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പെപ്ലം ടോപ്പിന് നല്ല രീതിയിൽ പെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു സ്കേർട്ടാണ്. ഞാൻ ചെറിയൊരു ഡോരിയും അതേപോലെ തന്നെ ചെറിയൊരു ടാസിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബും കൂടി ചെയ്യണേ.